Welcome back, my dear students, on a new lecture on Laplace transform. ഈ ലെക്ചറിൽ നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറവുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. The question is solve the initial value problem or IVP y double dash plus 2y dash plus 2y is equal to r of t, where r of t is equal to 10 sine 2t if 0 less than t less than pi and it is equal to 0 if t greater than pi. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടുത്തെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ ആർ ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ആസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഓക്കെ, അതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ചോദ്യം. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് കിടക്കാം. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ നമുക്കിവിടെ 0 തൊട്ട് പൈ വരെ ആൻസർ 10 സൈൻ 2t ആണ്, വിച്ച് ഈസ് ആക്ച്വലി 1 ഇൻറ്റു 10 സൈൻ 2t ആണ്. ഓക്കെ, സോ 1 വരണമെന്നുണ്ടെങ്കിൽ t ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ യു ഓഫ് ടി മൈനസ് 0. അപ്പോൾ യു ഓഫ് ടി മൈനസ് 0 ഇൻറ്റു 10 സൈൻ 2t എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ആൻസർ 10 സൈൻ 2t കിട്ടും. ഇനി പ്രശ്നം ടി ഗ്രേറ്റർ ദാൻ പൈ ആകുമ്പോൾ ദ ആൻസർ ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ യു ഓഫ് ടി മൈനസ് 0യുടെ യു ഓഫ് ടി മൈനസ് പൈ മൈനസ് ചെയ്താൽ ടി ഗ്രേറ്റർ ദാൻ 0 ടു പൈ ആകുമ്പോൾ 0 ടു പൈ ആകുമ്പോൾ ദ ആൻസർ ഷുഡ് ബി ഈക്വൽ ടു 1. ദിസ് ആൻസർ ഈസ് 1. കാരണം 1 മൈനസ് 0 എന്ന് കിട്ടും, വിച്ച് ഈസ് 1. ടി ഗ്രേറ്റർ ദാൻ പൈ ആകുമ്പോൾ ദ ആൻസർ ഈസ് 1 മൈനസ് 1, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ നമുക്ക് ഈ ഫംഗ്ഷനെ നമുക്ക് ആർ ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ആസ് യു ഓഫ് ടി മൈനസ് 0 മൈനസ് യു ഓഫ് ടി മൈനസ് പൈ ഇൻറ്റു 10 സൈൻ 2t എന്ന് എഴുതാം. ഓക്കെ, കാരണം ഈ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് 0 തൊട്ട് പൈ വരെ എന്ത് വരണം? ഈ പാർട്ട് 1 വരണം, എങ്കിൽ മാത്രമേ 1 ഇൻറ്റു 10 സൈൻ 2t ആകത്തുള്ളൂ. ടി ഗ്രേറ്റർ ദാൻ പൈ ആകുമ്പോൾ ദസ് വാല്യൂ ഷുഡ് ബി 0. അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 1 വരാൻ വേണ്ടി യു ഓഫ് ടി മൈനസ് 0 എടുത്തു. ഇനി ടി ഗ്രേറ്റർ ദാൻ പൈയുടെ കേസിൽ 0 വരാൻ വേണ്ടി യു ഓഫ് ടി മൈനസ് 0 മൈനസ് യു ഓഫ് ടി മൈനസ് പൈ എന്ന് കിട്ടി. അപ്പം ഈ വാല്യൂ സിയുടെ വാല്യൂ 0ക്കും പൈക്കും ഇടയിലാകുമ്പോൾ 1 മൈനസ് 0 കിട്ടും, വിച്ച് ഈസ് 1. ടി ഗ്രേറ്റർ ദാൻ പൈ ആകുമ്പോൾ ദ വാല്യൂ ഷുഡ് ബി 1 മൈനസ് 1, വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ദിസ് ഈസ് ആക്ച്വലി അവർ ഫംഗ്ഷൻ. അപ്പം നമുക്ക് ദ ഗിവൺ ഇക്വേഷൻ IVP, initial value problem, can be written as y double dash plus 2y dash plus 2y is equal to r of t a u of t minus 0 minus u of t minus pi into 10 sine 2t with y of 0 is equal to 1 and y dash of 0 is equal to minus 5. This is actually the function. Okay, ഇനി നമ്മൾ ചെയ്യുന്നത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ചെയ്യുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ അപ്ലൈയിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്, we get L of y double dash plus 2y dash plus 2y should be equal to L of u of t minus 0 minus u of t minus pi into 10 sine 2t. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം, എൽ ഓഫ് വൈ എ നമ്മൾ ക്യാപിറ്റൽ വൈ ഓഫ് എസ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ എൽ ഓഫ് വൈ ഡാഷ് എന്നുള്ളത് എസ് ക്യാപിറ്റൽ വൈ ഓഫ് എസ് മൈനസ് വൈ ഓഫ് 0 ആണ്. എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് എന്നുള്ളത് എസ് സ്ക്വയർ വൈ ഓഫ് എസ്
minus sy of 0 minus y dash of 0. So ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ this part is L of y double dash plus 2 into L of y dash plus 2 into L of y. L of y double dash plus 2 into L of y dash plus 2 into L of y. Linearity property അനുസരിച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ this is actually L of u of t minus 0 into 10 sin 2t minus L of u of t minus pi into 10 sin 2t. This is the answer. ഇനി നമ്മൾ ഇതിനെ ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ this is s square y of s minus s y of 0 minus y dash 0 plus 2 times s y of s minus y of 0 plus 2 y of s is equal to L of u of t minus 0 into 10 sin 2t minus L of u of t minus pi into 10 sin 2t. Okay. ഇനി ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. ദിസ് ഇംപ്ലൈസ് നമ്മൾ y ഓഫ് എസിൻ്റെ ടേംസ് എല്ലാം y ഓഫ് എസിൻ്റെ ടേംസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് എസ് സ്ക്വയർ y ഓഫ് എസ് പ്ലസ് 2s y of s plus 2 y of s. This is the terms of y of s. Minus y of 0 value is actually 1. Y dash of 0 value minus 5. So s into y of 0 is s into 1. ഇവിടെ 2 into y of 0 ഉണ്ട്. Which is 2 into 1. That is minus 2. Next is minus y dash of 0 ഉണ്ട്. Minus y dash of 0 is minus of minus 5, which is plus 5, which is equal to L of u of t minus 0 into 10 sin 2t minus L of u of t minus pi into 10 sin 2t. Okay. So this is ഇവിടെ y of s കോമ എടുക്കുമ്പോൾ y of s into s square plus 2s plus 2 minus of s minus 3 is equal to L of u of t minus 0 into 10 sin 2t minus L of u of t minus pi into 10 sin 2t. Call this as equation number 1. ഇനി L of u of t minus 0 into 10 sin 2t L of u of t minus pi into 10 sin 2t യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ L of u of t minus 0 into 10 sin 2t. This can be written as L of u of t minus 0 into 10 into sin 2 into t minus 0. നമുക്ക് tക്ക് പകരം t minus 0 എന്ന് കൊടുക്കാം. This is of the form u of t minus 0 into f of t minus 0. ഈ ഫോമിലാണിത്. ഇവിടെ f of t എന്ന് പറയുന്നത് 10 sin 2t ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് L of u of t minus a into f of t minus a is equal to e raised to minus as into f of s, where capital F of s is the Laplace transform of f of t. Here f of t is this. So this is of this form. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ എന്നുള്ളത് a is equal to 0 ആണ്. So the answer should be equal to e raised to minus 0s into L of f of t. F of t is actually 10 sin 2t. E raised to 0 is 1. So
10 ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ വെളിയിലെടുക്കാം. L of sin 2t. So this should be equal to 10 into 2 divided by s square plus 2 square, which is 4. L of sin 80 is equal to a divided by s square plus a square. So this is 20 divided by s square plus 4. This is the answer. Now similarly, L of u of t minus pi into 10 sin 2t is equal to L of u of t minus pi into 10 sin 2 into t minus pi. Sin 2 into t minus pi is equal to sin 2t minus 2 pi. Sin periodic function ആയതുകൊണ്ട് sin 2t minus 2 pi is actually sin 2t. കാരണം സൈൻ്റെ പീരീഡ് 2 pi ആണ്. So this can be written as this. Sin 2 into t minus pi is actually sin 2t തന്നെയാണ്. The original answer തന്നെയാണ്. So this is u of t minus pi into f of t minus pi. അതിൻ്റെ ആൻസർ e raised to minus as into capital F of s. ഇവിടെ f of s എന്നുള്ളത് 10 sin 2t ആണ്, f of t എന്നുള്ളത്. ഇവിടെ a എന്നുള്ളത് പൈ ആണ്. സോ e raised to minus pi s into L of 10 sin 2t. L of 10 sin 2tയുടെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. e raised to minus pi s into 10 into 2 divided by s square plus 4. That is e raised to minus pi s into 20 divided by s square plus 4. So റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമും കണ്ടുപിടിച്ചു. So our original equation becomes equation 1 ആണ് നമ്മുടെ equation. So 1 becomes capital Y of s into s square plus 2s plus 2 minus of s minus 3 is equal to L of this value minus L of this value. L of first t minus 0 into something is actually 20 divided by s square plus 4. Next, L of q of t minus pi into 10 into sin 2 t minus pi is actually e raised to minus pi s into 20 divided by s square plus 4. That is 20 common എടുത്താൽ 20 divided by s square plus 4 common എടുത്താൽ into 1 minus e raised to minus pi s. So നമുക്ക് this implies y of s into s square plus 2s plus 3 is equal to 20 divided by s square plus 4 into 1 minus e raised to minus pi s plus s minus 3 എന്ന് കിട്ടും. Okay. Then y of s is actually equal to 20 divided by s square plus 4 into s square plus 2s plus 3 into 1 minus e raised to minus pi s plus s minus 3 divided by s square plus 2s plus 2. Now this can be splitted into two parts. This is 20 divided by s square plus 4 into s square plus 2s plus 2 minus e raised to minus pi s into 20 divided by s square plus 4 into s square plus 2s plus 2 plus s minus 3 into s square plus 2s plus 2. This is y of s. ഇനി നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് L inverse of capital Y of s ആണ്. This is L inverse of this value. അപ്പോൾ നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് this is 20 into
L inverse of 1 by s square plus 4 into s square plus 2s plus 2 minus 20 into L inverse of e raised to minus pi s into 1 by s square plus 4 into s square plus 2s plus 2 plus L inverse of s minus 3 divided by s square plus 2s plus 2. നമ്മളിത് ഓരോന്നും കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. L inverse of s minus 3 divided by s square plus 2s plus 2. So L inverse of s minus 3 അതുപോലെ തന്നെ s square plus 2s plus 2നെ s square plus 2s plus 1 plus 1 എന്ന് എഴുതാം. So ഈ ഫസ്റ്റ് പാർട്ട് എന്നുള്ളത് s plus 1 the whole square, that is L inverse of s minus 3 divided by s plus 1 the whole square plus 1. Okay, so this is equal to numerator L inverse of s plus 1 add ചെയ്യുന്നു, subtract ചെയ്യുന്നു. So minus 3 minus 1 is actually minus 4 divided by s plus 1 the whole square minus 4. So the plus 1. ഇനി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ L inverse of s plus 1 divided by s plus 1 the whole square plus 1 times minus 4 ഉള്ളിലെടുത്താൽ minus 4 into L inverse of 1 divided by s plus 1 the whole square plus 1. First shifting theorem അനുസരിച്ച്, so by first shifting theorem, L of e raised to minus 80 f of t is equal to capital F of s plus a, where capital F of s is equal to L of f of t. ഇവിടെ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത് 1 by s സ്ക്വയർ, 1 by എസിൻ്റെ സ്ക്വയർ പ്ലസ് 1. ഇത് എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്നുള്ള ഫോർമാറ്റാണിത്. ഇത് 1 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. എസിന് പകരം എസ് പ്ലസ് 1 എന്നുള്ള ഫോർമാറ്റാണ്. സോ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് L of cos t is equal to 1 divided by s square plus 1, and L of sin t is equal to, so this is s divided by 1 by s square plus 1. So ഇവിടെ വന്നിരിക്കുന്നത് എസിന് പകരം s plus 1 divided by s plus 1 the whole square plus 1. This ഇവിടെ വന്നിരിക്കുന്ന 1 divided by s plus 1 the whole square plus 1. So this is of the form f of s plus a, where a is equal to 1. Okay, എസിന് പകരം s plus 1 ആക്കിയാൽ you get the expression. So L inverse of s minus 3 divided by s square plus 2s plus 2 becomes, this is the answer. This is ഇവിടെ എന്നുള്ളത് 1 ആണ്. So e raised to 80, that is e raised to minus 1 into t എന്നുള്ളത് 1 ആണ്. First is actually f of s. f of s is actually cos t. So cos t minus 4 into ഇതുപോലെ തന്നെ e raised to minus t into ഇവിടെ 1 divided by s square plus 1 എന്നുള്ള ഫോർമാറ്റ് ആണ്, which is actually sin t. So the answer is e raised to minus t into cos t minus 4 sin t. So this is the first expression. Call it as A1. Now we have to find this expression. L inverse of 20 നമ്മൾ ഒഴിവാക്കുന്നു. 1 divided by s square plus 4 into s square plus 2s plus 2.
ഇത് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് എഴുതാം. സോ 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് as പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് ലെറ്റ്സ് സേ ms പ്ലസ് n ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഇങ്ങനെ എഴുതാം. എന്നിട്ട് എയുടെയും ബിയുടെയും എമ്മിൻ്റെ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ എസ് സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0 ആകുമ്പോൾ എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -4, എസ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2y. സോ ഇവിടെ റൂട്ട്സ് കോംപ്ലക്സ് റൂട്ട്സ് ആണ് വരുന്നത്. നമ്മൾ നേരത്തെ പാർഷ്യൽ ഫ്രാക്ഷൻസിൻ്റെ കേസിൽ കോംപ്ലക്സ് റൂട്ട്സ് അൺറിപ്പീറ്റഡ് കോംപ്ലക്സ് ഫാക്ടേഴ്സ് വരുന്ന കണക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ളൊരു പ്രോബ്ലമാണിത്. സോ ഈ പ്രോബ്ലം ചെയ്യുന്നത് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഡിനോമിനേറ്ററിലുള്ള ഫാക്ടർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ മൾട്ടിപ്ലൈ with s square plus 4 into s square plus 2s plus 2. Left hand side this expression becomes 1 കാരണം 1 into this denominator is multiplied and divided by the same factor. ആ സെയിം ഫാക്ടർ ക്യാൻസൽ ആയിപ്പോൾ റൈറ്റ് സൈഡിൽ as plus b into s square plus 4 into s square plus 2s plus 2 whole divided by s square plus 4 plus ms plus n into s square plus 4 into s square plus 2s plus 2 whole divided by s square plus 2s plus 2. ഇവിടെ നിന്ന് എസ് സ്ക്വയർ പ്ലസ് 4ഉം ഇവിടെ നിന്ന് എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. ദ ഫാക്ടേഴ്സ് ആർ 1 ഈസ് ഈക്വൽ ടു as പ്ലസ് ബി ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 പ്ലസ് ms പ്ലസ് n ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4. ഓക്കെ, ഇനി നമ്മൾ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് same powers of s. ആദ്യം എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ. ലെഫ്റ്റ് സൈഡിൽ എസ് ക്യൂബ് ഇല്ല, സോ എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ 0 ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഇവിടെ എ എസ് ഇൻറ്റു എസ് സ്ക്വയർ വരും, സോ എ എസ് ക്യൂബ് വരും. ഓക്കെ, സോ അതിൻ്റെ കോഎഫിഷ്യൻ എന്ന് വെച്ചാൽ എ വരും. വേറെ ഒന്നിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എസ് ക്യൂബ് വരില്ല. ഇവിടെ എം എസ് ഇൻറ്റു എസ് സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എം എസ് ക്യൂബ് എന്ന് വരും. അതിൻ്റെ കോഎഫിഷ്യൻറ്റ് m, സോ എ എസ് ക്യൂബ് പ്ലസ് എം എസ് ക്യൂബ്, സോ ദ കോഎഫിഷ്യൻറ്റ് ഈസ് എ പ്ലസ് എൻ. ഓക്കെ, അടുത്ത എസ് സ്ക്വയറിൻ്റേത്. എസ് സ്ക്വയറിൻ്റെ ഇവിടെ ലെഫ്റ്റ് സൈഡ് എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇല്ല, സോ ലെഫ്റ്റ് സൈഡ് ഈസ് ഈക്വൽ ടു 0. നമുക്ക് ഇവിടെ എ എസിനെ 2s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് എ 2as സ്ക്വയർ, സോ അവിടെ ഒരു 2a വരും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ടേം വന്നു. ഇനി ബി എ എസ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എസ് സ്ക്വയറിൻ്റെ ടേംസ് വരും, അവിടെ കോഎഫിഷ്യൻ ബി, സോ ബി വരും. ഇവിടെ എസ് സ്ക്വയറിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കോഎഫിഷ്യൻ്റ് n വരും. വേറെ ഒന്നും മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് വരില്ല. അടുത്ത എസിൻ്റെ കോഎഫിഷ്യൻ. ലെഫ്റ്റ് സൈഡിൽ എസിൻ്റെ കോഎഫിഷ്യൻ്റ് ഇല്ല, സോ ലെഫ്റ്റ് സൈഡ് ഈസ് ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു ഇവിടെ എ എസിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2as വരും. അതിൻ്റെ കോഎഫിഷ്യൻ്റ് അവിടെ എസിൻ്റെ പവർ 1 വരും, സോ അതിൻ്റെ കോഎഫിഷ്യൻ്റ് 2a. അതുപോലെ തന്നെ ബി എ 2s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2bs വരും, അവിടെയും എസ് വരും, സോ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് 2b. ഓക്കെ, ഇവിടെ എം എസിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4ms വരും, അവിടെയും കോഎഫിഷ്യൻ്റ് വരും, സോ വിച്ച് ഈസ് 4n. അടുത്തത് കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ എസ് റൈസ് ടു 0യുടെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുന്നു. സോ ഇവിടെ എസ് ഇല്ലാത്തത് ബി ഇൻറ്റു 2 എടുത്താൽ ലെഫ്റ്റ് സൈഡിൽ കോൺസ്റ്റൻറ്റ് 1 ആണ്, സോ 1 ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ബി ഇൻറ്റു 2 എടുത്താൽ 2b കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, പ്ലസ്
n into 4 എടുത്താൽ 4nഉം കോൺസ്റ്റന്റ് ആണ്. ദീസ് ആർ ദ കോഎഫിഷ്യൻസ്. ഇനി ഈ 4 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്ത് നമുക്ക് എയുടെയും എമ്മിൻ്റെയും ബിയുടെയും എന്നിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഇക്വേഷൻ നിന്ന് എ പ്ലസ് എം ഈസ് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് എം ഈസ് ഈക്വൽ ടു മൈനസ് എ. സോ ഇത് തേർഡ് ഇക്വേഷനകത്തോട്ട് കൊടുക്കുക. 2a plus 2b plus 4m is equal to 0. m എന്ന് പകരം മൈനസ് എ കൊടുത്താൽ 2a plus 2b minus 4a equal to 0. That is 2b minus 2a equal to 0. That is 2b is equal to 2a. That is a is equal to b. So എയും ബിയും സെയിം ആയി. ഇനി ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുമ്പോൾ ഇക്വേഷൻ നമ്പർ 3 ഈസ് 2a പ്ലസ് ബി പ്ലസ് എൻ ഈസ് ഈക്വൽ ടു 0. ഇവിടെ എയും ബിയും സെയിം ആണ്. സോ 2a പ്ലസ് എ പ്ലസ് എൻ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് 3a വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 3b. കാരണം എയും ബിയും സെയിം ആണ്. ഇനി ഇക്വേഷൻ നമ്പർ 4 കൊടുക്കുമ്പോൾ 1 ഈസ് ഈക്വൽ ടു 2b പ്ലസ് 4n. എന്നിൻ്റെ പകരം നമുക്ക് മൈനസ് 3b എന്ന് കൊടുക്കാം. സോ ദിസ് ഇംപ്ലൈസ് 1 ഈസ് ഈക്വൽ ടു 2b മൈനസ് 4 ഇൻറ്റു മൈനസ് 3b. സോ 1 ഈസ് ഈക്വൽ ടു 2b മൈനസ് 12b. That is 1 is equal to minus 10b. So b is equal to minus 1 by 10. So a is equal to minus 1 by 10 and n is equal to minus 3a. That is minus 3 into minus 1 by 10. So this is 3 by 10. m is equal to minus a. That is minus of minus 1 by 10, which is 1 by 10. So a is equal to minus 1 by 10, b is equal to minus 1 by 10, and m is equal to 1 by 10, n is equal to 3 by 10. These are the answers. So in the substitute ചെയ്തു കൊടുക്കുമ്പോൾ so our expression becomes 1 divided by s square plus 4 into s square plus 2s plus 2 should be equal to നമ്മൾ എഴുതിയത് as plus b divided by s square plus 4 plus ms plus n divided by s square plus 2s plus 2. ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. എയുടെയും ബിയുടെയും വാല്യൂ അറിയാം. എയുടെയും ബിയുടെയും വാല്യൂ മൈനസ് 1 by 10. സോ ദിസ് ഈസ് മൈനസ് 1 by 10 എസ് minus 1 by 10 divided by s square plus 4 plus next is 1 by 10 and 3 by 10. So 1 by 10 s plus 3 by 10 into s square plus 2s plus 2. minus 1 by 10 common എടുത്താൽ minus 1 by 10 into s plus 1 divided by s square plus 4. ഇവിടെ നിന്ന് 1 by 10 കോമൺ എടുത്താൽ പ്ലസ് 1 by 10 ഇൻറ്റു എസ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. സോ എൽ ഇൻവേഴ്സ് ഓഫ് 1 by s square plus 4 into s square plus 2s plus 2 is equal to L inverse of this thing. അപ്പോൾ നമുക്ക് മൈനസ് 1 by 10 ഇവിടെ എടുക്കാം. മൈനസ് 1 by 10 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 1 by 10 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. ഇങ്ങനെ എഴുതാം. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1 by 10 ഇൻറ്റു ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. എൽ ഇൻവേഴ്സ് ഓഫ് ഇതിനെ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 1 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് എഴുതാം. എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4
പ്ലസ് 1/10 ഇൻറ്റു ഇതിനെ നമുക്ക് ഇതിൻ്റെ ഡിനോമിനേറ്ററിന് എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൺ എന്ന് എഴുതാം. അപ്പം മേളിലും എസ് പ്ലസ് വൺ വരുന്ന രീതി അഡ്ജസ്റ്റ് ചെയ്യാം. സോ എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് വൺ പ്ലസ് ടു ഡിവൈഡഡ് ബൈ എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൺ. So this is minus 1/10 into L inverse of S divided by S square plus 4 plus L inverse of 1 divided by S square plus 4 plus 1/10 into L inverse of S plus 1 divided by S plus 1 the whole square plus 1 plus L inverse of 2 divided by S plus 1 the whole square plus 1. ഓക്കെ, ഇനി ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നമുക്കറിയാം. മൈനസ് 1/10 ഇൻറ്റു ദിസ് ഈസ് ആക്ച്വലി എ ഇസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വേർ എ ഈസ് ഈക്വൽ ടു 2. ദിസ് ഈസ് ആക്ച്വലി എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഈസ് ആക്ച്വലി കോസ് 2t പ്ലസ് ദിസ് ഈസ് ഇവിടെ 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്, വേറെ എ ഇസ് ഈക്വൽ ടു 2 ആണ്. പക്ഷേ എ ഡിവൈഡഡ് ബൈ എന്നായിരുന്നെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ബെറ്റർ. നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈസ് ആക്ച്വലി സൈൻ 80. ഇവിടെ എയുടെ സ്ഥാനത്ത് 2 ആണ്, അപ്പോൾ മേളിൽ 2 വരണം. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ആക്ച്വലി എൽ ഇൻവേഴ്സ് ഓഫ് 1/2 ഇൻറ്റു 2 divided by s square plus 4. Okay, plus 1/10 into this is s plus a into s plus 1 the whole square plus 1. ഇത് തൊട്ട് മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇതിൻ്റെ ആൻസർ I think s plus 1 divided by s plus 1 the whole square plus 1. L inverse is actually e raised to minus t into cos t. So this is e raised to minus t into cos t. Okay. So next is e 2 വെളിയിൽ എടുത്ത 1 divided by s plus 1 the whole square plus 1. So which is actually 2 into e raised to minus t into sin t. Now this is equal to minus 1/10 cos 2t. ഇവിടെ 1/2 വെളിയിൽ എടുത്താൽ 1/10 ഉണ്ട്, 1/2 ഉണ്ട്, ഇവിടെ 1/10 ഉണ്ട്, minus 1/10 into minus 1/2. This is actually sin 2t plus 1/10 into e raised to minus t cos t plus 2 e raised to minus t sin t. This is L inverse of our required answer. So നമുക്ക് കണ്ടുപിടിക്കേണ്ടതിൻ്റെ സെക്കൻഡ് പാർട്ടേ ആയിട്ടുള്ളൂ. നമുക്ക് ഈ ഇക്വേഷനകത്തും സെക്കൻഡ് പാർട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഈ ഫസ്റ്റ് പാർട്ട് ആയിട്ടുണ്ട്, തേർഡ് പാർട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടാണ് ഇതിൻ്റെ അകത്തെ ഭാഗമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ കാരണം നമ്മൾ എൽ ഇൻവേഴ്സ് ഓഫ് 1/, ആണ് കണ്ടുപിടിച്ചത്. 20 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ആണ്. സോ 20 into L inverse of 1/, s square plus 4 into s square plus 2s plus 2 is equal to 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ minus 20/10 which is actually minus 2. So minus 2 cos 2t. ഇവിടെ താഴെ 20 വരും, മേളിലും 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20/20 എന്ന് കിട്ടും, വിച്ച് ഈസ് ആക്ച്വലി 1. സോ മൈനസ് സൈൻ 2t. ഇവിടെ 20/10 ഈസ് 10. സോ 20/10 ഈസ് 2. സോ വിച്ച് ഈസ് പ്ലസ് 2 e raised to minus t cos t. ഇവിടെ 2 ഉണ്ട്, 2 into 2 ഈസ് 4 പ്ലസ് 4 e raised to minus t into sin t. സോ നമ്മൾ ആ ഇക്വേഷൻ്റെ ഇക്വേഷൻ നമ്പർ 2-ൻ്റെ ഈ പാർട്ടും കണ്ടുപിടിച്ചു, ഈ പാർട്ടും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്
minus 20 into L inverse of this value. So minus അവിടെ കിടന്നോട്ടെ 20 into L inverse of e raised to minus pi s into 1 by s square plus 4 into s square plus 2s plus 2. ഈ 20 അകത്തോട്ട് കൊടുക്കുക. So this is L inverse of e raised to minus pi s into 20 divided by s square plus 4 into e s square plus 2s plus 2. Okay, this is of the form L inverse of e raised to minus as into f of s, where f of s is this thing. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് ദിസ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം വെച്ചിട്ട് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് ഇവിടെ പൈ വന്നിട്ടുള്ളതുകൊണ്ട് എ ഇസ് ഈക്വൽ ടു എന്താണ്? പൈ. സോ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് പൈ എസ് 20 divided by s square plus 4 into s square plus 2s plus 2, which is equal to ഇവിടെ ടിയുടെ സ്ഥാനത്ത് ടി മൈനസ്, ഇതാണ് ദിസ് ഈസ് എഫ് ഓഫ് ടി, ഓൾറെഡി കണ്ടുപിടിച്ചാണ്. സോ എഫ് ഓഫ് ടി മൈനസ് പൈ കണ്ടുപിടിച്ചാൽ മതി. സോ ടിയുടെ സ്ഥാനത്തെല്ലാം ടി മൈനസ് പൈ ആക്കിയാൽ മതി. സോ മൈനസ് 2 ഇൻറ്റു കോസ് 2 ഇൻറ്റു ടി മൈനസ് പൈ മൈനസ് സൈൻ 2 ഇൻറ്റു ടി മൈനസ് പൈ plus 2 e raised to minus t minus pi into cos t minus pi plus 4 e raised to minus t minus pi into sin t minus pi. So which is equal to minus 2 into കോസ്, ഇവിടെ 2t മൈനസ് 2π എന്ന് കിട്ടും. കോസ് 2π പീരിയോഡിക് ആയതുകൊണ്ട് കോസ് 2t മൈനസ് 2π ഈസ് ആക്ച്വലി കോസ് 2t തന്നെ, 2t. ഇതുപോലെ തന്നെ ഇവിടെ സൈൻ 2t മൈനസ് 2π എന്ന് കിട്ടും. സൈൻ 2π പീരിയോഡിക് ആയതുകൊണ്ട് ആൻസർ ഈസ് സൈൻ 2t എന്ന് തന്നെ കിട്ടും, മൈനസ് സൈൻ 2t. ഇവിടെ ഇ റൈസ് ടു മൈനസ് ഓഫ് ടി മൈനസ് പൈ കോമൺ എടുക്കാം, പ്ലസ് e raised to minus of t minus pi. ഇവിടെ so next is cos t minus pi. Cos t minus pi is minus cos t. So this is minus 2 cos t, കാരണം cos t minus pi is actually minus cos t. Then sin t minus pi is actually minus sin t. So minus 4 sin t. So this is actually minus 2 cos 2t minus sin 2t minus വെളിയെടുത്താൽ minus e raised to minus of t minus pi into 2 cos t minus 4 sin t. Now നമ്മൾക്കപ്പോൾ കണ്ടുപിടിക്കേണ്ട 3 പാർട്ടുമായി. ഇക്വേഷൻ 2-ൻ്റെ അകത്തെ 3 പാർട്ടുമായി. ഈ 3 പാർട്ടിൻ്റെ അകത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇക്വേഷൻ 2 implies L inverse of capital Y of S is equal to, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ട് ഈസ് 20 ഇൻറ്റു ദിസ് പാർട്ട്. അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 20 ഇൻറ്റു ദിസ് പാർട്ട് ഈസ് ആക്ച്വലി മൈനസ് 2 കോസ് 2t. സോ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസറായി. ഇനി അതേ ഈ സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് ഓഫ് ദിസ് സൊല്യൂഷൻ. നൗ ദ ലാസ്റ്റ് പാർട്ട് ഈസ് ദിസ് പ്ലസ്. ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. Now this is the solution y of t.
പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒറിജിനൽ പ്രോബ്ലത്തെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. യു ഓഫ് ടി മൈനസ് 0 ആൻഡ് യു ഓഫ് ടി മൈനസ് പൈ. ഇവിടെ ടി ലെസ് ദാൻ പൈ എന്നും ടി ഗ്രേറ്റർ ദാൻ പൈ എന്നും രണ്ട് പാർട്ടുണ്ട്. ടി ലെസ് ദാൻ പൈ ആകുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എല്ലാം ചെയ്തു വരുമ്പോൾ ടി ലെസ് ദാൻ പൈ ആകുമ്പോൾ ഈ പാർട്ട് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, കാരണം യു ഓഫ് ടി മൈനസ് പൈ എന്നുള്ള പാർട്ട് 0 ആയിപ്പോൾ ലെസ് ദാൻ പൈ ആകുമ്പോൾ. അപ്പോൾ അവിടെ ഈ പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയ പാർട്സ് മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 20 ഡിവൈഡഡ് ബൈ s² പ്ലസ് 4. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 20 ഡിവൈഡഡ് ബൈ s² പ്ലസ് 4 ഡിവൈഡഡ് ബൈ s² പ്ലസ് 2s മൈനസ് പ്ലസ് 2. അതിനോടൊപ്പം ഇതൂടെ വരുന്നു, ഈ ടേം എല്ലാത്തിനും കോമൺ ആണ്. സോ നമുക്കിതിനെ സൊല്യൂഷനെ രണ്ട് പാർട്സ് ആയിട്ട് തിരിക്കാം. ഒന്ന് ടി ലെസ് ദാൻ പൈയും രണ്ട് ടി ഗ്രേറ്റർ ദാൻ പൈയും. ടി ലെസ് ദാൻ പൈക്കകത്ത് യു ഓഫ് ടി മൈനസ് പൈ 0 ആണ്. സോ ഈ പാർട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇ റേസ് ടു മൈനസ് പൈ എസ് 20 ഡിവൈഡ് ബൈ s² പ്ലസ് 4 കൺസിഡർ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ ആ കേസിൽ ഫസ്റ്റ് പാർട്ടും തേർഡ് പാർട്ടും തമ്മിലുള്ള സമ്മാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ വെൻ ടി ലെസ് ദാൻ പൈ ആകുമ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടും തേർഡ് പാർട്ടും തമ്മിലുള്ള സമ്മാണ് നമ്മുടെ സൊല്യൂഷൻ. അത് സം ചെയ്യുമ്പോൾ ഇതാണ് തേർഡ് പാർട്ടിൻ്റേത്, ഇത് സെക്കൻഡ് പാർട്ടിൻ്റേത്, ഇത് ഫസ്റ്റ് പാർട്ടിൻ്റേത്. ഓക്കെ, ഈ ഫസ്റ്റ് പാർട്ടും തേർഡ് പാർട്ടും കൂടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ -2 കോസ് 2t ഉണ്ട്, മൈനസ് സൈൻ 2t ഉണ്ട്. ഇവിടെ ഇ റേസ് ടു മൈനസ് ടി 2 കോസ് ടി ഉണ്ട്, ഇ റേസ് ടു മൈനസ് ടി കോസ് ടി ഉണ്ട്. അപ്പോൾ 2 + 1 3 ഇ റേസ് ടു മൈനസ് ടി കോസ് ടി വരും. ഇവിടെ ഇ റേസ് ടു മൈനസ് ടി പ്ലസ് 4 സൈൻ ടി ഉണ്ട്, ഇവിടെ ഇ റേസ് ടു മൈനസ് ടി മൈനസ് 4 സൈൻ ടി ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്യും. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ വെൻ ടി ലെസ് ദാൻ പൈ. ഇനി ടി ഗ്രേറ്റർ ദാൻ പൈ ആകുമ്പോൾ നമുക്ക് യു ഓഫ് ടി മൈനസ് 0 ഉണ്ട്, യു ഓഫ് ടി മൈനസ് പൈ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇതിനോടൊപ്പം അപ്പോൾ ഓൾറെഡി ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞു. ഇതിനോടൊപ്പം ഈ പാർട്ട്, ഈ സെക്കൻഡ് പാർട്ടൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഉള്ള സൊല്യൂഷൻ കിട്ടും. ഓക്കെ, സോ ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴുള്ള സൊല്യൂഷൻ ഈസ്, ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ടും തേർഡ് പാർട്ടും തമ്മിൽ സം ചെയ്തു, സെക്കൻഡ് പാർട്ടൂടെ ആഡ് ചെയ്യുക. ഇവിടെ -2 കോസ് 2t ഉണ്ട്, മൈനസ് സൈൻ 2t ഉണ്ട്. ഇവിടെ ഈ മൈനസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ പ്ലസ് ആകും. സോ +2 കോസ് 2t ഉണ്ട്, -2 കോസ് 2t ഉണ്ട്, അത് തമ്മിൽ ക്യാൻസൽ ആയിപ്പോകും. ഇവിടെ പ്ലസ് സൈൻ 2t ഉണ്ട്, ഇവിടെ മൈനസ് സൈൻ 2t ഉണ്ട്, അത് തമ്മിൽ ക്യാൻസൽ ആയിപ്പോകും. സോ ആഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് ടേംസ് ക്യാൻസൽ ആയിപ്പോകും. പിന്നെ ബാക്കി റിമൈൻ ചെയ്യുന്നത് 3 ഇ റേസ് ടു മൈനസ് ടി കോസ് ടി. ഇവിടെ മൈനസും മൈനസും പ്ലസ് ഇ റേസ് ടു മൈനസ് ഓഫ് ടി മൈനസ് പൈ ഇൻറ്റു 2 കോസ് ടി പ്ലസ് 4 സൈൻ ടി എന്നുള്ള എക്സ്പ്രഷനാണ് റിമൈൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ വെനെവർ ടി ഈസ് ഗ്രേറ്റർ ദാൻ പൈ. ഓക്കെ, സോ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. നമ്മൾ ഒരുപാട് ടെക്നിക്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ഓർക്കുക, നമ്മൾ ആ ഇക്വേഷനെ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനെ ടേംസിലാക്കി. ഈ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ കേസിൽ ഇതിന് രണ്ട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ സൊല്യൂഷനെ നമുക്ക് രണ്ട് പാർട്സ് ആക്കണം, ടി ലെസ് ദാൻ പൈയും ടി ഗ്രേറ്റർ ദാൻ പൈയും. ടി ലെസ് ദാൻ പൈയുടെ കേസിൽ യു ഓഫ് ടി മൈനസ് പൈ എന്നുള്ള പാർട്ട് 0 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ടേംസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ അവിടെ ഈ ഫസ്റ്റ് പാർട്ടിന്റെ സൊല്യൂഷനും, ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ഈ ഫസ്റ്റ് പാർട്ടും ഈ തേർഡ് പാർട്ടിന്റെ സൊല്യൂഷനും തമ്മിൽ ആഡ് ചെയ്താൽ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, ഇനി ടി ഗ്രേറ്റർ ദാൻ പൈ ആകുമ്പോൾ ഈ 3 പാർട്ടും വരും. അപ്പോൾ ഇതിന്റെ ഈ രണ്ട് പാർട്ടിന്റെ സൊല്യൂഷനോടൊപ്പം ഈ മിഡിൽ പാർട്ടിന്റെ സൊല്യൂഷനോട് ആഡ് ചെയ്താൽ യു ഗെറ്റ് ദ ഒറിജിനൽ സൊല്യൂഷൻ. So this is the required solution for the problem. Thank you.